തൃശൂർ പെരിഞ്ചേരിയിൽ താമസിക്കുന്ന മുൻ സൈനികൻ PR രാമചന്ദ്രനാണ് KSEBിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. 2 മാസം കൂടുമ്പോൾ 3000 രൂപയിൽ താഴെയായിരുന്നു ഇവരുടെ വീട്ടിലെ വൈദ്യുതി ബില്ല്. അത് കുറയ്ക്കാൻ വീട്ടിൽ സോളാർ വെച്ചു. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ റീഡിംഗ് എടുത്ത ശേഷം KSEB ബില്ല് നൽകാതായി. റീഡിംഗ് എടുത്തു പോയാൽ പിന്നെ KSEB ഓഫീസിൽ പോയി ബില്ല് വാങ്ങേണ്ട ഗതികേട്. ചോദിച്ചപ്പോൾ പറയുന്നത് വീട്ടിലെ മീറ്റർ തകരാറിലാണെന്നാണ്. ഇതോടെ തോന്നിയ പോലെയായി ബില്ല്. ഇപ്പോൾ കഴിഞ്ഞ മാസം അവിടെ പോയിട്ട് മേടിച്ചത് 2000-3000 കൂടി വന്നാൽ സാധാരണ സോളാർ വയ്ക്കുന്നതിന് മുമ്പേ ഇത് 3.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇത് വെച്ചത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ 2000 ചില രൂപ വന്നിരിക്കുന്നത്. മെയ് മാസത്തെ ബിൽ തുക കേട്ടപ്പോൾ വീട്ടുകാർ ശരിക്കും ഷോക്കായി. സോളാർ ഉൽപാദനം കഴിഞ്ഞ് 1000 യൂണിറ്റിലധികം ഉപയോഗിച്ചെന്നാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തകരാറിലായെന്ന് KSEB പറഞ്ഞ അതേ മീറ്ററിൽ നിന്നുള്ള റീഡിംഗാണിത്. ഇതോടെ പരാതി നൽകിയെങ്കിലും ഒരു തവണ പോലും ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനെത്തിയില്ല. മാത്രമല്ല പരാതി പരിഹരിച്ചെന്ന് വീട്ടുകാർക്ക് അറിയിപ്പും ഫോണിലൂടെ ലഭിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റീഡിങ് എന്തെങ്ങനെ വന്ന് വെച്ചപ്പോൾ അത് മീറ്ററിന് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താ ബില്ല് കൊടുക്കാത്ത വെച്ചു. മീറ്റർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ മെഷീനിൽ അടിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ അവിടെ പോയിട്ട് എഴുതി കൊടുക്കുക ചെയ്യാറുണ്ട്. അവിടെ തന്നെ ഒരു കംപ്ലയിൻറ്റ് അവരപ്പോൾ തന്നെ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തു. അതിന് പുറമെ 1912 നമ്മൾ എന്ത് കംപ്ലയിൻറ്റ് ചെയ്താലും അപ്പം തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നാണ് പറയാറ്. അങ്ങനെ ആ ഡേറ്റ് തൊട്ടിട്ട് ഇന്ന ദിവസം വരെ 4 പ്രാവശ്യം 1912 ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. രജിസ്റ്റർ ചെയ്ത പിറ്റേ ദിവസം കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നമുക്ക് വരും. 2 വയോധികർ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഇതിനു മുൻപ് പരമാവധി ഉപയോഗം 200 മുതൽ 300 യൂണിറ്റ് വരെയായിരുന്നു. 1000 യൂണിറ്റിന്റെ വർധനവ് എങ്ങനെയുണ്ടായെന്ന് KSEBിക്കും കൃത്യമായ മറുപടിയില്ല. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.